ഹലോ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇത് ഒരു ഡേ ഇൻ മൈ ലൈഫാണ്. ഇതൊരു സൂപ്പർ ഡേ ഇൻ മൈ ലൈഫാണ്. എന്താണെന്ന് വെച്ചാൽ ദക്ഷിണ മോളുടെ കൂട്ടുകാരി ഇന്ന് അവധിയാണ്. അപ്പം ഇന്ന് കൂട്ടുകാരി വീട്ടിലോട്ട് വരുമെന്ന് പറഞ്ഞ് അച്ഛനും മോളൂടെ ആളുടെ വീട്ടിൽ ചെന്ന് ആളെ കൂട്ടിക്കൊണ്ട് വരാൻ വേണ്ടിയിട്ട് പോകുന്ന സീനാണ്. ബൈക്ക് എടുത്തിട്ടാണ് പോയത്. ഇന്നലെ ഇവർ തമ്മിൽ പ്ലാൻ ചെയ്ത് സെറ്റാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. ഇവർ ഭയങ്കര കൂട്ടാണ്, ഇവർക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പം ഒന്നിച്ച് നിൽക്കാൻ വേണ്ടിയിട്ട് വൈകുന്നേരം തിരിച്ചു കൊണ്ട് വിടുന്നുള്ളൂ. ഒന്നിച്ച് നിൽക്കാൻ രണ്ടുപേരും തന്നെ പ്ലാൻ ചെയ്ത് വൈകിട്ട് വീട്ടിൽ വന്ന് രണ്ട് വീട്ടിലും ചോദിച്ച് സമ്മതമൊക്കെ വാങ്ങിച്ച് അങ്ങനെ ഇതാണ് കുഞ്ഞിൻ്റെ കൂട്ടുകാരി നിസ. രണ്ടും വന്നിട്ട് ഇന്നത്തെ ഞങ്ങൾ അടിച്ച് പൊളിച്ചെന്ന് പറഞ്ഞാൽ. അപ്പം ബെമ്മുക്കുട്ടനും കൂട്ട് വേണമെന്ന് പറഞ്ഞ് ബെമ്മുക്കുട്ടൻ്റെ ഒരു കൂട്ടുകാരനെ ചെന്ന് ഇവർ 3 പേരുടെ സൈക്കിൾ എടുത്ത് ചെന്ന് കുഞ്ഞിൻ്റെ ഒരു കൂട്ടുകാരനെയും കൂട്ടിയിട്ട് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ രാവിലെ നിസ വരുമെന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ കൊച്ചു തയ്യാറെടുപ്പുകളാണ്. ദക്ഷിണയും രാവിലെ കുളിച്ച് റെഡിയാകുക. അപ്പം ഇത് പോയി കൊണ്ടുവന്ന വീഡിയോ ഞാൻ ഫസ്റ്റ് ഇട്ടെന്നേ ഉള്ളൂ. അവർ വീട് അറിയത്തില്ലായിരുന്നു കറക്റ്റായിട്ട്. അമ്മയെ വിളിച്ച് സ്ഥലമൊക്കെ ചോദിച്ച് കണ്ടുപിടിച്ച് കൂട്ടിയിട്ട് വന്നിട്ടുണ്ടായിരുന്നു. അപ്പം കുഞ്ഞുറങ്ങുക, കുഞ്ഞ് ഈ സംഭവങ്ങളൊന്നും അറിഞ്ഞിട്ടില്ല. കുഞ്ഞുറങ്ങുകയാണ്. അപ്പം മൈദ ഇരിപ്പുണ്ടായിരുന്നു. എന്നാൽ ഞാൻ പഴംപൊരി ഉണ്ടാക്കാമെന്ന് വെച്ചിട്ട് പഴംപൊരി ഉണ്ടാക്കുക. ഇതാണ് കുഞ്ഞിൻ്റെ കൂട്ടുകാരൻ ദേവദത്ത്. അപ്പോൾ കുഞ്ഞിന് കൂട്ടില്ല എന്ന് പറഞ്ഞ് കുഞ്ഞ് എന്ന് അവൻ്റെ കൂട്ടുകാരൻ എപ്പോഴും വരുന്നതാണ് കേട്ടോ, വീട്ടിൽ വരുന്നതാണ്. സൈക്കിൾ എടുത്തിട്ട് വരും, ഇവർ കളിക്കുമ്പോൾ ഭയങ്കര ഇഷ്ടമാണ്. അങ്ങനെ അവനെയും പോയി കൂട്ടിയിട്ട് വന്ന് 4 ആളൂടെ ഇന്നത്തെ ദിവസം ഞങ്ങൾ അടിച്ച് പൊളിച്ച്. ഇവിടെ നല്ല രസമായിരുന്നു. വൈകിട്ട് വരെ ഓളം എന്ന് വെച്ചാൽ ഒരു 100 ഡാൻസ് റീൽസ് എടുത്ത് ഇവർ രണ്ടും കൂടെ ഡ്രസ്സ് മാറിയിട്ട് ഡ്രസ്സ് കണ്ടുപിടിക്കായിരുന്നു ഇവരുടെ മെയിൻ പണി. സൈക്കിൾ എടുത്തിട്ട് 4 ആളും കൂടെ നമ്മുടെ വഴി, ഇവർ ഓൾറെഡി എപ്പോഴും പോകുന്ന സൈക്കിൾ എടുത്തിട്ട്. അങ്ങനെ കൂട്ടുകാരി വന്നപ്പോൾ കൂട്ടുകാരിയോട് ഇവിടുത്തെ കഥകളൊക്കെ എന്നും പറഞ്ഞ് കൂട്ടുകാരിക്കും വലിയ ഇഷ്ടമാണ്. അങ്ങനെ ആ പറഞ്ഞ കഥകളിലെ സ്ഥലങ്ങളൊക്കെ കൊണ്ട് കാണിക്കാനായിട്ട് പോകുന്ന പോക്കുണ്ടോ. പിന്നെ 2 ആളൂടെ റീൽസ് എടുക്കുകയാണ്. ടാങ്ക് വാങ്ങിയിട്ട് വന്ന് ടാങ്ക് കലക്കുന്ന ചാനലിൽ ഇടാനായിട്ട് വീഡിയോ എടുക്കുന്ന പരിപാടിയാണ്. കോമഡി ആയിരുന്നു ഫുള്ള്. രസമായിരുന്നു അതിലെല്ലാം. കണ്ടോ, എന്തൊക്കെയോ പറയുന്നുണ്ട്. ഇത് ചാനലാണ്, ഇത് ദക്ഷിണയ്ക്ക് മോൾക്ക് വേറൊരു ചാനലുണ്ട്, അതിലിടാനായിട്ട് അതിൻ്റെ ഡയലോഗുകളാണ് കേട്ടോ. അങ്ങനെ വീഡിയോസ് എടുത്ത് കുടിക്കാൻ കൊള്ളുമെന്നൊന്നും അറിയത്തില്ല. രണ്ടും കൂടെ തന്നെ ഉണ്ടാക്കുന്നത്. ഇനി എവിടെ നിന്നൊക്കെയോ ഡെവറ എടുത്ത് തണുക്കാൻ വെള്ളമൊക്കെ വെച്ച് കാര്യമായിട്ടാണ്, സീരിയസ് ആയിട്ടാണ്. 2 ആളൂടെ മത്സരിച്ചാണ് ഒരു ടാങ്ക് കലക്കുന്നതാണ് ഇത്രയും വലിയ വീഡിയോ. ആ സമയം കൊണ്ട് ബെമ്മുക്കുട്ടനും കൂട്ടുകാരനും അവിടെ വേറെ ആക്ടിവിറ്റീസ്, അവർക്ക് ഇരുന്നുള്ള കളി പറ്റുന്നേ ഇല്ല. അവർക്ക് നല്ല ഓടിച്ചാടി നടന്ന് അത്ര കളി അവർക്കിഷ്ടം. ഇവർക്ക് ഇതിന്ന് ചെറിയ ചെറിയ പരിപാടികൾ അങ്ങനത്തെയൊക്കെ. മേക്കപ്പ്, തണുത്തിട്ടുണ്ട് വെള്ളം, ഇതൊക്കെ നേരത്തെ പ്ലാൻ ചെയ്തോണ്ടായിരുന്നു. ഞാനിതൊന്നും അറിഞ്ഞില്ല കേട്ടോ. ഇവിടെ അടുത്തൊരു കടയിൽ ഇവർ 4 കൂടെ തന്നെ പോയി ടാങ്ക് വാങ്ങിച്ചോണ്ട് വന്നിപ്പോൾ വീഡിയോ എടുക്കാൻ വേണ്ടി തന്നെ ചെയ്തതാണെന്നാണ് തോന്നുന്നത്. തൊട്ടടുത്താണ്. ഒരേ ടാങ്ക് 2 പേര് വെള്ളം വേറെ വെച്ചിട്ട് അതിലോട്ട് പൊടി ഇടുവാൻ തോന്നുന്നു. ഇതെന്തൊക്കെയാണോ ചെയ്തത്. ദക്ഷിണയുടെ ഇതിപ്പോൾ കണ്ടോ. ഓക്കെ, സെറ്റായിട്ടുണ്ട്. എന്നിട്ട് ഇതേ പൊടിയും പഞ്ചസാരയും കൂടെ കലക്കി അതിലോട്ടിടും. ഞാനിതൊന്നും കണ്ടില്ല. ഇതാ പിള്ളേർക്കും കൊണ്ട് കുടിക്കാൻ കൊടുത്തിട്ടുണ്ടായിരുന്നു. എന്തോ ഭാഗ്യം, ആർക്കും ഒന്നും സംഭവിച്ചിട്ടില്ല. ഇതെന്താണോ. നമ്പൂന് ഭയങ്കര ഇഷ്ടമാണ് ഇങ്ങനെ ചാനലിൽ എന്നോട് പറഞ്ഞു കുക്കിംഗ് വീഡിയോ ഇടുവാന്നോ. തന്നെ ഓംലേറ്റ് അടിക്കാനൊക്കെ വരും, ഗ്യാസൊക്കെ ഓണാക്കാൻ. എനിക്ക് കാണുമ്പോഴേ പേടിയാണ്. 2 ആളും ടാങ്ക് ഉണ്ടാക്കി ദാഹിച്ചെന്ന് തോന്നുന്നു. അനിയൻകുട്ടൻ ഇടയ്ക്കൊക്കെ വന്ന് നോക്കുന്നുണ്ട് ഇവരെന്നായി ചെയ്യുന്നെന്ന്. എന്തൊക്കെയോ കോമഡി പറഞ്ഞ് 2 ആളും ചിരിക്കുന്നുണ്ട്. അതല്ലാതെ വീണ്ടും കൊണ്ട് ടാങ്ക് ഇടുന്നുണ്ട്.
ഗാന്ധി ജയന്തിയുടെ അവധിയായിരുന്നു. ഇഷ്ടപ്പെട്ടു. ഉപ്പൊക്കെ എടുത്തിട്ടോ ഇല്ലയോ? പഞ്ചസാര കുറഞ്ഞു പോയിട്ടുണ്ടെന്ന് തോന്നുന്നു. ദക്ഷിണയ്ക്ക് ഇഷ്ടമാണ്, കുക്കിങ്ങൊക്കെ ഇഷ്ടമാണ്. എന്നോട് പറഞ്ഞാൽ ഞാനും ഇനി തൊട്ട് അമ്മയെ സഹായിക്കാം, അടുക്കളയിലൊക്കെ സഹായിക്കാമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഞാൻ പറഞ്ഞ ഒരു സഹായവും വേണ്ടെന്ന. കയറിയിട്ടുണ്ടെങ്കിൽ ഒരു 10 ഗ്ലാസ് പൊട്ടിക്കും. അത് സ്ഥിരം പരിപാടിയാണ്. ഞാൻ നോക്കുന്നുണ്ട് എന്തായി ചെയ്യുന്നെന്ന്. ഒരു വീഡിയോയുടെ ലെങ്ത് എന്ന് പറഞ്ഞാൽ ഇത്രയും സമയം ഒരു ടാഗ് ഉണ്ടാക്കിയത്. ഇത് സ്വന്തം ചാനലിൽ ഇട്ടോന്ന് എനിക്കറിയത്തില്ല. നിസയുടെ നോട്ടം കണ്ടോ? ഫോൺ അവിടെ ഓണാക്കി തന്നെ വെച്ചേക്കുമായിരുന്നു. ഈ പരിപാടി കഴിഞ്ഞാൽ പിന്നെ റീൽസ് ആയിരുന്നു. റീൽസ് എന്ന് വെച്ചാൽ ഒരു അലമാരി ഫുള്ള് നേരത്തെ താഴെ ഇട്ടിട്ടുണ്ട്. രണ്ടുപേരും ഒരേ മാച്ച് വരുന്ന, ഞാൻ സഹായിച്ചിട്ടുണ്ടായിരുന്നു. ഏകദേശം മാച്ച് വരുന്ന ഡ്രസ്സുകൾ സെലക്ട് ചെയ്ത് രണ്ടുപേർക്ക് ഏകദേശം അളവൊക്കെ കറക്റ്റായിരുന്നു. അങ്ങനെ അത് മാറി മാറിയിട്ട് ഒരുപാട് വീഡിയോസ് എടുത്തിട്ടുണ്ടായിരുന്നു. കൊള്ളാമെന്ന് തോന്നുന്നു. കുടിക്കുന്നുണ്ട്. അനിയൻ വന്ന് നോക്കുന്നു ഇവരെന്തായി ചെയ്യുന്നു. ഉപ്പേരി ചേച്ചിമാർക്ക് ജ്യൂസിൻ്റെ കൂടെ ഒരു ഉപ്പേരി. ഇത് ഞാൻ വീഡിയോ ഇടാനായിട്ട് കുറച്ച് വൈകിട്ടുണ്ട്. ഞാൻ വൈകിട്ട് തന്നെ ഇടണമെന്ന് വെച്ചിട്ടുണ്ടായിരുന്നു, പിന്നെ സമയം കിട്ടിയില്ല. ടാറ്റ, എല്ലാം സെറ്റായെന്ന് തോന്നുന്നു. അടുത്ത ആൾ തന്നെ വേറെ എന്തോ ഉണ്ടാക്കാന്ന് തോന്നുന്നു. ടാങ്കാണോ? ഡാൻസ് ആട്ടോ. കുഞ്ഞു വന്ന് കിടക്കുന്ന 2 സ്റ്റെപ്പ് ഇട്ട് പോയി, അതിലേ പോയി. അവിടെ വരുന്നു, 2 എത്തിയിട്ടുണ്ട്. കണ്ട് ഇനി മേക്കപ്പാ, ഇനി തുടങ്ങി. ഇനി റീൽസിൻ്റെ സമയമാണ്. രണ്ടാൾ നമ്മൾ ഒന്നും പ്രത്യേകിച്ച് പറഞ്ഞു കൊടുക്കണ്ട, രണ്ടാൾക്കും തന്നെ അറിയാം. മേക്കപ്പിൻ്റെയൊക്കെ കറക്റ്റ് എല്ലാം തനിച്ചറിയാം. ഫസ്റ്റ് നിസ ഇട്ടിരുന്ന തന്നെ ഡ്രസ്സിൻ്റെ സെയിം സംഭവം കണ്ടുപിടിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഏകദേശം ഒപ്പിച്ച് എടുത്ത് പിന്നെ മേക്കപ്പ് ഇതെല്ലാം തന്നെ കേട്ടോ. പാട്ട് സെലക്ട് ചെയ്യുന്ന സ്റ്റെപ്പ് കുറേയൊക്കെ ഞാൻ സഹായിച്ച്, ബാക്കി അത് തുടങ്ങിയത് ഇവർ തന്നെയാണ്. നമുക്ക് ഇത് ചെയ്യാടിയെന്നും പറഞ്ഞ് രണ്ടുപേരുടെ മേക്കപ്പ് ഇടിയില്ല, അതിൻ്റെ കൂടെ സ്റ്റെപ്പ് പഠിക്കുന്നുണ്ട്. ഇത് കുഞ്ഞിൻ്റെ കൂട്ടുകാരനും അവരുടേതായ പ്രോഗ്രാംസാണ്. ഇത് തലേദിവസത്തെ വീഡിയോ കേട്ടോ. തലേദിവസം ദേവദത്ത് വന്നിട്ടുണ്ടായിരുന്നു. ഇത് കുഞ്ഞിൻ്റെ സന്തോഷങ്ങൾ. ഇന്നത്തെ ദിവസം ഫുള്ള് കുട്ടികളുമായിട്ട് അടിച്ചു പൊളിച്ച് എൻജോയ് ചെയ്യായിരുന്നു ഞങ്ങൾ. നേട്ടനും അവധിയായിട്ടുണ്ടായിരുന്നു. ഇത് കഴിഞ്ഞ് അവർ മേളിൽ പോയി ഫുട്ബോൾ കളിക്കാനായിട്ട് കയറിപ്പോയിട്ടുണ്ടായിരുന്നു. ദേവദത്ത് ഫുട്ബോൾ നന്നായിട്ട് അറിയാം കേട്ടോ. പ്രാക്ടീസ് ചെയ്യുന്നുണ്ട്, നന്നായിട്ട് കളിക്കുന്നുണ്ട്. വെമ്മുക്കുട്ടന് സന്തോഷമായി. വെമ്മുക്കുട്ടന് ഇത്തിരി കളികളൊക്കെ ഇഷ്ടം. ചേച്ചി ഇത് നോക്കി നിന്നതേ ഉള്ളൂ. ചേച്ചിക്ക് ഫുട്ബോളിനോടൊന്നും വലിയ താല്പര്യമില്ല. ചേച്ചി ഇവർ കളിക്കുന്നത്, ഇവർ വീഡിയോ വല്ലതും ചെയ്യുന്നുണ്ടോ എന്ന് ശ്രദ്ധിക്കാനായിട്ട് ഞാൻ നിർത്തിയത്. എന്നാന്ന് വെച്ചാൽ മേളിലല്ലേ, രണ്ടുപേരും കൊച്ചു കുട്ടികൾ, അവർക്ക് അറിയത്തില്ല. അവർ മുകളിൽ പോയി എത്തി നോക്കുകയൊക്കെ ചെയ്യും. അപ്പം ഞാൻ നോക്കിക്കോണമെന്ന് പറഞ്ഞ് നിർത്തിയതാണ്. ചേച്ചി നോക്കിക്കോളും. ചേച്ചി എന്തെങ്കിലും പ്രശ്നമൊക്കെ ഉണ്ടെങ്കിലും നോക്കിക്കോളും. സൈഡിലോട്ടൊന്നും വിടത്തില്ല, വഴക്ക് പറയും. അങ്ങനെ ചെയ്യില്ലെന്ന് പറഞ്ഞു കൊടുക്കും. അങ്ങനെയുള്ള കാര്യങ്ങൾ ഞാനില്ലെങ്കിൽ ചേച്ചി പറഞ്ഞ് അനുസരിക്കുകയും ചെയ്യും. അല്ല ഞാൻ ഉണ്ടെങ്കിൽ രണ്ടുപേരും തമ്മിൽ അടിയും ബഹളം നടക്കും. അല്ലാതെ ചേച്ചിയായിട്ട് പറഞ്ഞു കൊടുത്താൽ അതുപോലെ അത് അപകടം അങ്ങനെ മനസ്സിലാക്കി അതുപോലെ ചെയ്തോളും. കണ്ണ് തെറ്റി അടി പിടിക്കും, പക്ഷേ ചേച്ചിക്ക് ആ കാര്യത്തിലൊക്കെ
ഒരു റെസ്പെക്റ്റ് കൊടുക്കുന്നുണ്ട് കുഞ്ഞ്. അവരുടെ ഗെയിം കളിയായിരുന്നു പിന്നെ കുറേ സമയം. പിന്നെ ബെമ്മുക്കുട്ടൻ തന്നെ വാരി കഴിക്കത്തില്ലെന്നും പറഞ്ഞ് ഞാൻ പറഞ്ഞ് അവരുടെ കൂടെ വന്നിരിക്കാൻ പറഞ്ഞിട്ടൊന്നും ഇരുന്നില്ല. അവർ മൂന്നാളൂടെ തനിയെ ഭക്ഷണം കഴിച്ചു. ബെമ്മുക്കുട്ടന് വാരി കൊടുത്താൽ മതി എന്ന് പറഞ്ഞ് ഒരേ വാശിയിൽ അവിടെ ഇരിക്കുക. കൂടെ ഇരിക്കാൻ പറഞ്ഞിട്ടിരുന്നില്ല. പിന്നെ ഞാൻ വാരിയാണ് കൊടുത്തത്. ഇതിവിടെ കണ്ടോണ്ടിരിക്കുന്നുണ്ട്. കൂട്ടുകാരനെ ഒന്ന് തലോടുക. ഇഷ്ടമാണ് കേട്ടോ, കൂട്ടുകാരനെ വലിയ ഇഷ്ടമാണ്. ബെമ്മുക്കുട്ടൻ ഇഷ്ടം ആൺകുട്ടികളോടാണ് അവരിഷ്ടമേ. അത് സെയിം ദമ്പുവിന് പെൺകുട്ടി അങ്ങനെ. അതാണോന്ന് എനിക്കറിയത്തില്ല. കൊച്ച് ആൺകുട്ടികൾ കളിക്കുന്ന ഇങ്ങനത്തുള്ള കളിയില്ലേ, ആക്റ്റീവ് നല്ല ഫുട്ബോള്, ക്രിക്കറ്റ്. ആദ്യം അടുത്ത ഡ്രസ്സ് ഇട്ടിട്ട് അത് റീൽസ് ഉണ്ട് കേട്ടോ, ഷോർട്ട് വീഡിയോയിലുണ്ട്. റീൽസ് എനിക്ക് ഇതിലെടുക്കാൻ പറ്റിയില്ല. നെക്സ്റ്റ് ഡ്രസ്സ് ഇതിൻ്റെയൊക്കെ റീൽസ് വീഡിയോ ഷോർട്ട് ഉണ്ട് കേട്ടോ. രസമുണ്ടായിരുന്നു. അടുത്ത ഡ്രസ്സ് ഇടുക, ദേവദത്ത് പോയി നോക്കുക ചേച്ചിമാരെൻ്റെതായി ചെയ്യുന്നെന്ന്. പെൺകുട്ടൻ അവർക്ക് സ്റ്റെപ്പൊക്കെ പറഞ്ഞു കൊടുക്കുക. ഇത് നെക്സ്റ്റ് ഞങ്ങൾ ഓരോ സ്ഥലമാണ് സെലക്ട് ചെയ്തത്. വീടിനടുത്ത് തന്നെ മുറ്റത്ത് അവിടെ ഇവിടെയൊക്കെ ഇട്ട് ഓരോ ഡാൻസ് ഓരോ സ്ഥലത്ത് വേണ്ടതെന്ന് വെച്ചിട്ട് ഓരോന്നോരോന്നോ സ്റ്റെപ്പ് പ്രാക്ടീസ് ചെയ്യുക. അപ്പം സ്പോട്ടിൽ സ്റ്റെപ്പ് എടുക്കുക, പാട്ടെടുക്കുക. അത് പെട്ടെന്ന് എടുക്കുന്നുണ്ടായിരുന്നു കേട്ടോ. ഇതൊക്കെ ഓൾറെഡി മിക്ക സ്റ്റെപ്പും ഇവർ സ്കൂളിൽ കളിക്കും, പാട്ട് പാടി കളിക്കും. അപ്പം മിക്ക സ്റ്റെപ്പും കുട്ടികൾക്കെല്ലാം അറിയാം. മിക്ക പാട്ടിൻ്റെയും ഒരു മെയിനായിട്ടുള്ള സ്റ്റെപ്പില്ലേ, അത് വെച്ചിട്ടാണ് ഇവർ കളിക്കുന്നത്. അവർക്ക് മെയിനായിട്ട് അറിയാം കുറേ സ്റ്റെപ്പുകൾ. നന്നായിട്ടുണ്ടായിരുന്നു കേട്ടോ, റീൽസൊക്കെ നന്നായിട്ട്. ഇത് നെക്സ്റ്റ് ഡ്രസ്സ് ഇതൊക്കെ ഇട്ട് ഒത്തിരി ഡാൻസ് ഉണ്ടായിരുന്നു, അടിപൊളിയായിട്ട്. ദേവദത്ത് ആ സമയം പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ബെമ്മുക്കുട്ടന് പിന്നെ മൂടിയായിപ്പോയി. പിന്നെ ചേച്ചിമാരുടെ കൂടെ കളിച്ചു. ചേച്ചിമാർ ഡാൻസ് കളിക്കുന്നതൊക്കെ കണ്ടു. പിന്നെ ചേച്ചിമാരെ നോക്കിയിരിപ്പായിരുന്നു. അവരിരിപ്പിലും എടുപ്പിലും ഒക്കെ ഓരോ സ്റ്റെപ്പ് നോക്കുമോ പാട്ടൊക്കെ ഇട്ടിട്ട്. 5 മിനിറ്റാണ് ഒരു സ്റ്റെപ്പ് കാണുക, അപ്പം എടുക്കുക, അപ്പം പാട്ടെടുക്കുക, അപ്പം ഡ്രസ്സ് മാറുക, അപ്പം തന്നെ എടുക്കുക. ഞാനപ്പോൾ ഇവരെടുക്കുന്ന വീഡിയോസ് എടുക്കുക. ഞാൻ പിന്നെ വൈകുന്നേരം ചായ ഇട്ട് നിസ്സയ്ക്ക് പോകണമെന്ന് പറഞ്ഞു. എന്താണെന്ന് വെച്ചാൽ നിസ്സയ്ക്ക് ഡ്രസ്സ് എടുക്കാൻ പോകണമെന്ന് പറഞ്ഞു. ദക്ഷിണ അപ്പം പോവാന്ന് പറഞ്ഞപ്പോൾ തൊട്ടുള്ള പിണക്കമാണ്. വിടത്തില്ല, നാളെ പോയാൽ മതി, എനിക്ക് എൻ്റെ കൂടെ നിൽക്കൂ. അവർക്കങ്ങ് ഇഷ്ടപ്പെട്ടിട്ട് എന്ത് ചെയ്താൽ വിടത്തില്ല. നിശ്ചയാണെങ്കിൽ എടി ഞാൻ പോയിട്ട് ശനിയാഴ്ച വരാടി, ശനിയാഴ്ച വന്ന് നിൽക്കും, വീട്ടിൽ നിൽക്കാന്നൊക്കെ പറഞ്ഞ് സമ്മതിപ്പിക്കുന്നത്. കളിച്ചിട്ട് അവർക്ക് തീർന്നില്ല, ഇനി ഒത്തിരി ഉണ്ടടി പോകണ്ട നമുക്ക് അല്ലെങ്കിൽ വൈകിട്ട് പപ്പ വന്ന് കൊണ്ടുപോകാമെന്ന് നിശ്ചയോട് പറഞ്ഞു. എന്നാൽ അങ്ങനെ പോകാമെന്ന് പറഞ്ഞിട്ട് നിശ്ചയ്ക്ക് എന്തോ ഡ്രസ്സ് എടുക്കണമെന്ന് അത്യാവശ്യമായിരുന്നോണ്ടാണ് പിന്നെ പോകണമെന്ന് വെച്ചത്. എന്നാൽ ഞാൻ ആ സമയത്ത് ഞാൻ ചായയും ബിസ്ക്കറ്റ് എടുക്കുന്ന വീഡിയോ എടുക്കുന്ന ഏട്ടൻ അവിടെ വന്ന് എന്തോ നോക്കുമായിരുന്നു, എന്തോ അത്യാവശ്യമായിട്ട് നോക്കാൻ വന്നു. അപ്പോഴേ ഞാൻ ക്യാമറ ഓണാക്കി വെച്ചേക്കുന്നുണ്ട്. എന്തോ കോമഡി പറഞ്ഞിട്ട് പോയി. പിന്നെ ഞങ്ങൾ ചായയൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. ഫുഡൊന്നും വേണ്ടായിരുന്നു, ഫുള്ള് കളിയായിരുന്നല്ലോ ഇന്നത്തെ ദിവസം. ഒരു അടിച്ചു പൊളിച്ചു. ഞാൻ നെക്സ്റ്റ് ഡ്രസ്സ് ഇട്ടിട്ടൊരു വീഡിയോ അവരെടുക്കാം. അപ്പം ഞാനൊരു ചുമ്മാതെ അപ്പോഴാലോചിച്ചൊരു ഇതെടുക്കാമെന്ന് വെച്ചാൽ അപ്പോൾ ഒരു വീഡിയോ എടുത്തു. അപ്പോൾ അവരിട്ടിരുന്ന ഡ്രസ്സ് അടിയിലിട്ടേക്കായിരുന്നു, ജസ്റ്റ് അതിൻ്റെ മുകളിൽ ഇതിട്ടിരണം ജസ്റ്റ് എടുത്തതാണ് ഇത്. അപ്പോഴത്തേന് ദേവദത്ത് പോയ സങ്കടത്തിൽ അച്ഛനെ കളിക്കാൻ വിളിച്ചേക്കുക. അത്രയും സമയം നിന്നിട്ട് പോയപ്പോഴത്തേന് പിന്നെ കുഞ്ഞിന് ചേച്ചിമാരും എന്തൊക്കെയോ കളികളാണ്. അപ്പോൾ പിന്നെ ബോറടിച്ചിട്ട് അച്ഛനോട് കളിക്കണമെന്നും പറഞ്ഞ് വഴക്ക് പിടിച്ച് അച്ഛനെയും കൂട്ടി. അപ്പോഴത്തേന് നിസ്സ പോകാൻ ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞാൻ ചായ എല്ലാം ചൂടരച്ച് കൊടുത്തു. കുഞ്ഞ് പറഞ്ഞ് രാവിലെയോ കൊണ്ടുവരാൻ പോയത് അറിഞ്ഞില്ല, കുഞ്ഞിനെ കൊണ്ടുപോയില്ല. അപ്പോൾ ചേച്ചിയെ കൊണ്ടുവിടാൻ പോകുമ്പോൾ എന്നെയും കൂടി കൊണ്ടുപോകണം എന്ന് 2 പേരോടും ചോദിച്ച് സമ്മതമൊക്കെ വാങ്ങിപ്പിച്ചുകൊണ്ടിരിക്കുമായിരുന്നു. ബൈക്കിനല്ലേ പോകുന്നത്, ഒത്തിരി പോകണ്ട, അടുത്താണ്, കൊണ്ടുപോകുമോ എന്നൊക്കെ ചോദിക്കുമായിരുന്നു. അങ്ങനെ അവർ വൈകിട്ട് പഠിക്കാനുണ്ട്, നാളത്തേന് പഠിക്കാനൊക്കെ ഉണ്ട്. അങ്ങനെ എന്നാൽ നാളെ ക്ലാസ്സിൽ വെച്ച് കാണാമെന്നൊക്കെ പറഞ്ഞ് ബായ് പറഞ്ഞ് മിസ്സക്കുട്ടി അപ്പോൾ ഹാപ്പി ആയിട്ട് പോകാനിറങ്ങുകയാണ്.
രമു അവരെക്കാട്ടിലും ഫ്രണ്ടിലിറങ്ങി ചുവന്ന ബൈക്കിൽ കയറി. ഇനി ചേച്ചിമാർ കയറ്റിയില്ലെങ്കിലോ എന്ന് കരുതി ബൈ അങ്ങനെ അവരെനിക്ക് ടാറ്റയൊക്കെ പറഞ്ഞ് ഹാപ്പി ആയിട്ട് കൊണ്ടുവിട്ടിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാൻ കയറി വന്നിട്ടാണ് ഈ കണ്ടത്. ദക്ഷിണയുടെ റൂമാട്ടോ, ഇവരുടെ മേക്കപ്പിൻ്റെ ഒരു റൂമിൻ്റെ. പിന്നെ ഞാനതെല്ലാം ഒന്ന് സെറ്റാക്കി ചേഞ്ച് ചെയ്യാനുള്ള നിസ്സയെ കൊണ്ട് വിട്ടിട്ട് വന്ന് ക്ലേ കളിക്കുക. ക്ലേ ഒക്കെ ഇരിപ്പുണ്ടായിരുന്നു. ഇത് അമ്പലത്തിൽ പോയപ്പോൾ വാങ്ങിച്ചു. ഇത് എടുത്തില്ല, കളിച്ചില്ല. അപ്പം ഇന്ന് മൊത്തം റീലല്ലായിരുന്നു, ഇതൊന്നും കളിക്കാൻ പറ്റിയില്ല. അപ്പോൾ വന്നിട്ട് അതൊക്കെ ജസ്റ്റ് ഒന്ന് ഓടിച്ചൊക്കെ നോക്കുക, ഇതെങ്ങനെയാണ് ചെയ്യുന്നതെന്നൊക്കെ ഒന്ന് നോക്കുക. അപ്പോഴത്തേന് കുഞ്ഞ് അങ്ങനെ ബ്ലാക്ക് ഫോറസ്റ്റ് അൽഫാം കഴിക്കണം പോയിട്ട് ബർഗർ വാങ്ങിയിട്ടുണ്ടായിരുന്നു. വണ്ടി എടുത്തിട്ട് ദക്ഷിണ ബഷീറ്റൊക്കെ ആയിട്ടാണ് ബ്ലാക്ക് ഫോറസ്റ്റ് കേക്ക് ഏട്ടൻ അത് വാങ്ങാനായിട്ട് ഒരു ബേക്കറി ചെന്നിട്ട് വാങ്ങാൻ ഞങ്ങൾ വണ്ടിയിലിരിക്കുകയായിരുന്നു. അപ്പം ആരെയും കോള് വിളിക്കുക. അവിടെ നിന്നിട്ട് ഞങ്ങളെ ഇങ്ങോട്ട് വിളിച്ചിട്ടാണ് ചോദിക്കുന്നത് എന്തൊക്കെയാണ് വേണ്ടതെന്ന്. ഞങ്ങൾ അൽഫാം മാത്രമേ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ഇവർക്ക് ഭക്ഷണമൊക്കെ കൊടുത്തു കഴിഞ്ഞ് വൈകിട്ട് ചുമ്മാതെ പ്ലാൻ ചെയ്തിട്ട് പോയതാണ്. അപ്പം ഇവരൊന്നും അധികമൊന്നും പറഞ്ഞില്ല, അത് മാത്രം മതി എന്നൊക്കെ പറഞ്ഞ് ഏട്ടനത് ഓർഡർ കൊടുത്തിട്ട് വെളിയിൽ നിൽക്കുകയാണ്. ഞങ്ങളപ്പോൾ പാഴ്സൽ വാങ്ങിച്ചിട്ട് വീട്ടിൽ പോയിട്ടുണ്ടായിരുന്നു. സൂപ്പറായിരുന്നു കേട്ടോ. അങ്ങനെ ഞങ്ങൾ ഹാപ്പി ആയിട്ട് അതൊക്കെ സോഫ്റ്റായിട്ടുള്ള കഴിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ നമ്മുടെ ഇന്നത്തെ ഒരു അടിപൊളി ദിവസമായിരുന്നു കേട്ടോ. നല്ല സൂപ്പർ അൽഫാമൊക്കെ കഴിച്ച് ഞങ്ങളപ്പോൾ വീഡിയോ എൻഡ് ചെയ്യുകയായിരുന്നു. ഒരുപാട് വൈകിട്ടുണ്ടായിരുന്നു. എനിക്കപ്പോൾ ഇനിയും കുളിക്കണം. നാളത്തേനുള്ള കുറച്ച് അത്യാവശ്യ കാര്യങ്ങൾ ചെയ്തു വെക്കണം. നാളെ ക്ലാസ്സുള്ള ദിവസമല്ലേ. ഞങ്ങൾ ഒരുപാട് വൈകിയാണ് തിരിച്ചു വന്ന് കയറിയത്. എൻ്റെ രാജേശ്വരി. അപ്പം ഇന്നത്തെ വീഡിയോ എൻഡ് ചെയ്യാണ്. ബൈ. ഓക്കെ, സീ യു.